whatever Jesus says. Okay, how does he say something? Whatever he has said in this word. യേശു ഈ വചനത്തിലൂടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവൻ്റെ അപ്പോസ്തലന്മാർ ഈ വചനത്തിലൂടെ എന്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, അവൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് എന്തൊക്കെ സംസാരിക്കുന്നുവോ അതനുസരിച്ചാൽ മാത്രം മതി. അവിടെ ദൈവം എന്ത് ചെയ്യും? അത്ഭുതം പ്രവർത്തിക്കും. വെളിയിൽ കിടക്കുന്ന കൽപ്പാത്രങ്ങൾ 6 അത് വീഞ്ഞുമായിട്ട് ഒരു ബന്ധമില്ല. അതിനെ ഒരിക്കലും ഈ കലവറയ്ക്കകത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ യേശു പറയുന്നത് എന്താ? അതിൽ വെള്ളം നിറയ്ക്കാൻ. ഈ ഓരോ ഈ തൊട്ടിയും കിണറ്റിൽ നിന്ന് വെള്ളം കോരി വലിച്ച് കയറ്റുമ്പം സത്യം പറഞ്ഞാൽ ദൈവമേ, ഞാൻ ഈ വലിച്ചു കയറുന്ന വെള്ളവും അകത്ത് തീർന്നു പോകുന്ന വീഞ്ഞുമായിട്ട് എന്താ ബന്ധം? അവിടുത്തെ ഒരു കുറവിന് ഇതെങ്ങനെ പരിഹാരമാകുന്നേ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ജീസസ് ഈസ് ദി ആൻസർ, ഒരു സംശയം വേണ്ട. പക്ഷേ ജീസസ് ഈസ് നോട്ട് ദി ഇൻസ്റ്റൻറ്റ് ആൻസർ. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, നമുക്കൊക്കെ എന്ത് വേണം? ഇൻസ്റ്റൻറ്റ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ വന്നാൽ കാപ്പി ഇട്ട് കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പോയി പശുവിനെ കറക്കണം, ഫ്രിഡ്ജുണ്ടോ, അതിനകത്ത് മിൽമ പാലുണ്ടോ, അടുപ്പ് കത്തിക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ ചായപ്പൊടി കൊണ്ടുവരണം, അല്ലെങ്കിൽ കാപ്പൊടി കൊണ്ടുവരണം, എന്തൊക്കെ ജോലിയാണ്. ഇന്നോ താഴെ പോയാൽ മതി, ഇൻസ്റ്റൻറ്റ് 3 in 1 കാപ്പി. ഇന്നെല്ലാം ഇൻസ്റ്റൻ്റാണ്, ഇൻസ്റ്റാ ക്യാഷ്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടിട്ടാൽ മതി, കാശിങ് വരും. അപ്പോൾ ഇന്നത്തെ ഈ ഇൻസ്റ്റൻ്റ് ആൻസർ അല്ല യേശു. ജീസസ് ഇസ് നോട്ട് ദി ഇൻസ്റ്റൻ്റ് ആൻസർ. അവിടെ യേശു പറഞ്ഞൊരു പദം ശ്രദ്ധിച്ചോ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചില വിഷയങ്ങൾക്ക് വേണ്ടി നാളുകളായിട്ട് കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നൊരു ഉത്തരമാണ്, മകനെ മകളെ, എൻ്റെ നാഴിക വന്നില്ല. പക്ഷേ അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നിന്നോട് ഞാൻ പറഞ്ഞത് ചെയ്യണം. നിൻ്റെ ബുദ്ധിക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ നീ എന്ത് ചെയ്യണം? ആ വെള്ളം ഓരോ തൊട്ടിയായിട്ട് കോരി ആ കൽപ്പാത്രം 6 നിറയ്ക്കണം. അത് എങ്ങനെയെങ്കിലും നിറച്ചാൽ പോരാ, വക്കോളം തന്നെ എന്ത് ചെയ്യണം? നിറയ്ക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില പ്രശ്നങ്ങൾ അനുവദിക്കുന്നത് ഇറ്റ്സ് ഓൾവേസ് ടു ടീച്ച് ആൻഡ് ട്രെയിനസ്. നമ്മളെ ചിലത് പഠിപ്പിക്കാനും നമ്മളെ ചിലത് പരിശീലിപ്പിക്കാനുമാണ്. പക്ഷേ ചില പാഠങ്ങൾ അത് പഠിക്കണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലേൺ ഓൺലി ത്രൂ ദ സ്കൂൾ ഓഫ് സഫറിങ്. കഷ്ടതയുടെ ഒരു പാഠശാലയിലൂടെ മാത്രമേ ചില പാഠങ്ങൾ, അത് വിലയേറിയ പാഠങ്ങളായിരിക്കും, ആ പാഠം പഠിക്കണമെങ്കിൽ കഷ്ടതയുടെ പാഠശാലയിലൂടെ മാത്രമേ കർത്താവ് പഠിപ്പിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ചിലരെങ്കിലും കടന്നു പോകുന്ന ചില കഷ്ടതയുടെ പാഠശാലയ്ക്കായിട്ട് സ്തോത്രം. How many will say, Lord, thank you for the school of suffering that I am right now going through? പക്ഷേ അതിലൂടെ ദൈവം എന്താ ചെയ്യുന്നത്? He is teaching us some very valuable lessons. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.